എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ മഴ ശക്തമായി തുടരുന്നു. രാത്രിയുണ്ടായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. ഭൂത്താൻകെട്ട് ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തി. തീരമേഖലയിൽ കടൽക്ഷോഭവും ശക്തമായിട്ടുണ്ട്. നദീതീരങ്ങളിലുള്ളവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഭൂതത്താൻകെട്ട് ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തിയത്. രാവിലെ 8:10 സൈറൺ മുഴക്കിയ ശേഷം ഷട്ടറുകൾ തുറന്നു. സെക്കൻഡിൽ 2 ലക്ഷം ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ആശങ്ക വേണ്ട, ജാഗ്രത മതിയെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി.കെ. മുഹമ്മദ് പറഞ്ഞു. കാലവർഷം നേരത്തെ എത്തിയ സാഹചര്യത്തിലും കാലവർഷത്തിന് മുമ്പുള്ള മഴ തന്നെ ശക്തമായ സാഹചര്യത്തിലുമാണ് ഷട്ടർ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ആവശ്യത്തിന് മഴ ലഭിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് കനാലിലൂടെയുള്ള ജലവിതരണം നിർത്തി. അത്തരം ഒരു സാഹചര്യത്തിലാണ് വെള്ളം പുഴയിലേക്ക് തുറന്നു വിടേണ്ടി വന്നിട്ടുള്ളത്. മലങ്കര ഡാമിലെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളതിനാൽ തൊടുപുഴ, മൂവാറ്റുപുഴ നദികളുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിൽ ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് ഗ്രൗണ്ടിൽ വൻമരം കടപുഴകി വീണു. ശക്തമായ മഴയിൽ കുന്നത്തുനാട് താലൂക്കിലെ വേങ്ങൂർ അകനാട് കരയിൽ മരം വീണ് വീടിന് നാശനഷ്ടമുണ്ടായി. കോടനാട് കൂവപ്പടി പഞ്ചായത്തിൽ മരങ്ങൾ മറിഞ്ഞു വീണ 2 വീടുകൾ ഭാഗികമായി തകർന്നു. മുനമ്പം ഹാർബറിൽ രാവിലെ വലിയ വാഗമരം കടപുഴകി വീണ് 5ഓളം വാഹനങ്ങൾ ഭാഗികമായി തകർന്നു. ആളപായമില്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം ഒരു വരിയാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.